യേശുക്രിസ്തുവിൽ എല്ലാവർക്കും വന്ദനം. നോയമ്പിൻ്റെ 16-ാം ദിവസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 30 മുതൽ 35 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ തിരുവചന ധ്യാന വിഷയം. നിയമജ്ഞരും ഫരിസയരും യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ തങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം നിരസിച്ചു കളഞ്ഞു. അപ്പോഴാണ് ഈശോയുടെ ഒരു വിലാപം, ഈ തലമുറയെ ഞാൻ എന്തിനോട് ഉപമിക്കും എന്ന് ചോദിച്ചുകൊണ്ട്. കാരണം ഇതാണ്, യോഹന്നാൻ്റെ ജ്ഞാനസ്നാനം സ്വീകരിക്കാതെ ഇവർ മാറി നിന്നു എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മുടെ മാതാപിതാക്കൾ, പുരോഹിതർ, സഭ, ഇവരിലൂടെയൊക്കെ ദൈവഹിതം നമ്മളിൽ നിറവേറും. ഇവരുടെ വാക്കുകളിലൂടെ, ഇവരുടെ പ്രവൃത്തികളിലൂടെ ദൈവഹിതം നിറവേറും. യോഹന്നാൻ്റെ സ്നാനം സ്വീകരിക്കാതെ ദൈവഹിതം ഇവർ മാറ്റിക്കളഞ്ഞു. മാറി നിന്നപ്പോൾ ദൈവഹിതം ഇവർ നിരസിച്ചു കളഞ്ഞു. ഇതാണ് ഏറ്റവും ഗൗരവമായ ഒരു പാപം. നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാം. മറ്റുള്ളവരിലൂടെ വരുന്ന ദൈവഹിതം, മാതാപിതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കണം. മക്കൾ മാതാപിതാക്കളെ അനുസരിച്ച് അവരുടെ വാക്കുകൾക്ക് വില കൊടുത്തേ മതിയാവും. ഇടവക ജനസമൂഹം വികാരിയച്ഛൻ്റെ വാക്കുകൾക്ക് വില കൊടുത്തേ മതിയാവും. എന്തെങ്കിലും വ്യക്തിപരമായ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് തന്നെ നമുക്ക് പോയി പറയാനും തിരുത്താനും രമ്യതയിലാകാനും കഴിയട്ടെ. പക്ഷേ മുതിർന്നവരിലൂടെ വരുന്ന ഒരു ദൈവഹിതമുണ്ട്, അത് നിരസിച്ച് കളയരുത് എന്ന് പറയുന്ന സുവിശേഷ ഭാഗമാണിത്. എന്നിട്ട് പറയുന്നതാണ്, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കുഴലൂതി, നിങ്ങൾക്ക് വേണ്ടി വിലാപഗാനം ആലപിച്ചു, വിലപിച്ചില്ല, എല്ലാം ചെയ്തു, പക്ഷേ നിങ്ങൾ അതിനോട് സഹകരിച്ചില്ല. എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ ദൈവം ഒരുക്കി തരുന്നുണ്ട്. നമ്മൾ സഹകരിക്കുന്നില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഈ ദിവസം പൗരോഹിത്യത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, മാതാപിതാക്കളോട് ചേർന്ന് നിന്നുകൊണ്ട്, സഭയോട് ചേർന്ന് നിന്നുകൊണ്ട് നമുക്ക് ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ പ്രത്യേകം പരിശ്രമിക്കാം. അപ്പോസൈനസി കുടുംബത്തിൽപ്പെട്ട ചെറുചീര എന്ന ഔഷധ സസ്യമാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത്. ഇത് നിങ്ങളെല്ലാവരും കണ്ടിരിക്കും. പലപ്പോഴും കാണുന്നത് പൂന്തോട്ടത്തിലാണ്. വീടുകളിൽ ഗാർഡൻ ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ ചില പാർക്കുകളിൽ ചെന്നാൽ ആന, മുയൽ എന്നിങ്ങനെയുള്ള രൂപപ്പെടുത്തി വയ്ക്കാൻ ഈ ചെറുചീര ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ കൃത്യമായിട്ട് പെട്ടെന്ന് വളർന്നു വരും. ഏത് ഷേപ്പിലും നമുക്കിതിനെ കട്ട് ചെയ്ത് നിർത്തുകയും ചെയ്യാം. അങ്ങനെയാണ് പലപ്പോഴും നമുക്കിത് പരിചിതമാകുന്നത്. പക്ഷേ അതിനേക്കാളേറെ ഔഷധ ഗുണമുള്ള, എല്ലാ വീടുകളിലും നിർബന്ധമായും വളർത്തിക്കൊണ്ട് വരേണ്ട ഒരു ഔഷധ സസ്യവും ഇലക്കറിയുമാണ് ചെറുചീര എന്ന് പറയുന്നത്. ചീര വിഭാഗത്തിൽ പെടുന്നത് തന്നെയാണ്. നല്ല രുചിയുള്ള ഒരു ഇലക്കറിയാണ്. തഴുതാമ പോലെ, മുരിങ്ങയില പോലെ എല്ലാ ദിവസവും നമുക്ക് കറി വെച്ച് കൂട്ടാവുന്ന ഒരു ഔഷധ സസ്യവും ഇലക്കറിയുമാണ് ഇലച്ചീര. ഇതിന് ഇരുണ്ട പച്ച കളറാണ്. ഇരുണ്ട പച്ച കളറും ചെറിയ ഒരു ചുവപ്പ് കളറും ചേർന്നതാണ് ഇതിൻ്റെ കളറ്. അതൊരു രസമുണ്ട്, കാണാനൊരു ഭംഗിയുണ്ട്. മാത്രമല്ല, ഇത് തോരൻ വെച്ച് കഴിഞ്ഞാൽ മലശോധന പൂർണ്ണമായിട്ടും മാറും. ദഹനക്കുറവുകൾ പരിഹരിക്കപ്പെടും. വയറ്റിൽ ഉണ്ടാകുന്ന ഗ്യാസ്, അർശസ്, പയൽസ് എന്നിങ്ങനെയുള്ള അസുഖങ്ങൾക്കുള്ള നല്ല മരുന്നാണ്. പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട, നിങ്ങളിത് കറിയായിട്ട് കൂട്ടിയാൽ മതി. പ്രത്യേകിച്ച് ഇത് ഇടിച്ചു പിഴിയാനോ ഒന്നും പോകണ്ട, വേറൊന്നിനോടും ചേർക്കാനും പോകണ്ട. ചെറുചീര അതിനാൽ തന്നെ ഔഷധ ഗുണമുള്ളതാണ്. പാമ്പുകടിയേറ്റാൽ ചെറുചീരയുടെ വേര് 15 ഗ്രാം അരച്ച് കുടിക്കുക. വിഷവീര്യത്തെയും വ്യാപനത്തെയും അത് തടയും. തുടർന്ന് വേഗം തന്നെ വിഷവൈദ്യൻ്റെ സഹായം തേടുകയും ചെയ്യണം. പഴുതാര കടിച്ചാൽ ചെറുചീര അരച്ച് കാലിലിടുക. നീരും വേദനയും പോകും. എലി കടിക്കുന്നത് വിഷമാണ്. എലി കടിച്ചാൽ ഉടനെ നമുക്ക് കുഴപ്പമൊന്നും വരില്ല. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ നമ്മുടെ ദേഹം മുഴുവൻ ചെറിയ ചെറിയ മുഴകൾ രൂപപ്പെട്ടു വരും. അതോടൊപ്പം തന്നെ ദേഹം മുഴുവൻ അസ്വസ്ഥമാകും. എലി കടിച്ചാൽ നല്ല ഒരു മരുന്നാണ് ചെറുചീര. ചെറുചീര 60 ഗ്രാം 1/2 ഗ്ലാസ് പാലിൽ അരച്ച് വെറും വയറ്റിൽ 3 ദിവസം കുടിക്കുക. വിഷത്തിന് ശമനമുണ്ടാകും. അപ്പോൾ ഇത്രയും നല്ല ഗുണങ്ങളുള്ള ഈ ചെറുചീര നമുക്ക് പ്രത്യേകം പരിപാലിക്കുകയും ക്രിസ്മസിന് വേണ്ടി ഒരു ചെറിയ ഹെർബൽ ഗാർഡൻ ഉണ്ടാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനാപൂർവ്വം നട്ട് വയ്ക്കുകയും ചെയ്യാം. ഇന്നത്തെ ഭക്ഷണം കൂടി നമുക്കൊന്ന് ശ്രദ്ധിക്കാം. മല്ലിക്കാപ്പിയും ഡേറ്റ്സും തേങ്ങാക്കൊത്തും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് കഴിക്കുന്നു.
ഉച്ചയ്ക്ക് വെജിറ്റബിൾസ് പുഴുങ്ങിയത് കഴിക്കുന്നു, വൈകുന്നേരം കുക്കുംബർ ജ്യൂസും ഒരു പഴവും കഴിക്കുന്നു. ക്രിസ്മസ് അടുത്തു വരികയാണ്. ഏറെ താല്പര്യത്തോടെ പ്രാർത്ഥനയോടെ ഈ നോയമ്പിൻ്റെ ദിവസങ്ങളിൽ നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം അനുഗ്രഹിക്കട്ടെ.